സൈന്യം. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ മട്ടുപ്പാവിൽ നിൽക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ ഒരു സ്ത്രീ പൊട്ടിക്കരയുന്നു. അദ്ദേഹം അവരെ വിളിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അപ്പം ആ സ്ത്രീ പറഞ്ഞു, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്ത് എൻ്റെ വീട്ടു സാധനങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഭരിക്കുന്ന ഈ രാജ്യത്ത് ഒരു കള്ളനോ ഒരു കളവോ ഒരിക്കലുമില്ല. ഈ രാജ്യത്ത് അങ്ങനെ സംഭവിക്കുകയില്ല. പക്ഷേ അപ്പോൾ ഈ സ്ത്രീ വീണ്ടും പറഞ്ഞു, മഹാരാജാവേ, ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ കള്ളൻ കയറിയത് സത്യമാണ്. രാജാവ് ഇവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. അവസാനം ഗത്യന്തരമില്ലാതെ രാജാവ് ഇവർ പറഞ്ഞത് സമ്മതിച്ചു. ശരിയാണ്, നിന്റെ വീട്ടിൽ കള്ളൻ കയറി. പെട്ടെന്ന് ആ സ്ത്രീ പറഞ്ഞു, ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ കള്ളൻ കയറി, അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അങ്ങ് എനിക്ക് തിരിച്ചു തരണം. ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ കള്ളൻ കയറി, അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അങ്ങ് എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? നീ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയുന്നത്? നീ വാതിൽ കുറ്റിയിടാതെ നീ ഉറക്കം വിളച്ച് ഇങ്ങനെ കിടന്ന സമയത്ത്, നീ ബോധമില്ലാതെ കിടന്ന സമയത്ത് നിന്റെ വീട്ടിൽ കള്ളൻ കയറി അയാൾ കൊണ്ടുപോയ സാധനങ്ങൾ ഞാൻ തിരിച്ചു തരണമെന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ വാക്കുകളാണ് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അവർ പറഞ്ഞു, ഞാൻ ബോധം കെട്ട് ഉറങ്ങിയത് അങ്ങ് ഉണർന്നിരിക്കുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ഞാൻ ബോധം കെട്ട് കിടന്നുറങ്ങിയത് അങ്ങ് ഉണർന്നിരിക്കുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ശരിയാണ്, ആ സ്ത്രീ പറഞ്ഞത് ശരിയാണ്. നമ്മളെ ഭരിക്കുന്ന ആളുകൾ, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾ, നമ്മളെ പ്രതാപികളായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എല്ലാവരും നമ്മൾ ഉറങ്ങുമ്പോൾ അവർ ഉണർന്നിരിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ നമ്മളെക്കാളും മുമ്പേ അവർ ഉറങ്ങിപ്പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം.